13 അതായത് ഈ നമ്മുടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിട്ട് രണ്ട് രാഷ്ട്രീയക്കാർ വന്നിട്ട് MLA-യും കൂട്ടുകാരും കൂടെ വന്നിട്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതാണ് സിറ്റുവേഷൻ. ശരി, അപ്പൊ നിങ്ങൾ അവിടുന്ന് വന്നു. ഇതിന്റെ അടുത്ത സീനാണ്. സീൻ പറയട്ടെ, ശേഷം അപ്പൊ നിങ്ങൾ ഹാഫ് ഓപ്പണിംഗ് ആണ്. നിങ്ങൾ ഈ കാര്യമൊക്കെ പറഞ്ഞു. അതായത് ഇവർ പറയുന്ന ഒരു സ്ത്രീയായ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ പാർട്ടിയിലൊന്നും ഇവിടെ ഒന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി സ്ത്രീകൾക്കും പ്രാധാന്യം വേണം. കാരണം സ്ത്രീകളെ അത് സ്ത്രീകളെ കേരളത്തിൽ ഒരു അടിമകളാക്കുന്നു എന്നുള്ളതാണ് ഇവൾ ചിന്തിക്കുന്നത്. ഇവളെന്ന് വെച്ചാൽ ആളുകളെ മേധാവിത്വം വേണം. അപ്പൊ അത് വെച്ചാൽ പാർട്ടിയുടെ നയമല്ല. പാർട്ടിക്ക് എപ്പോഴും ആണുങ്ങൾ മാത്രം MLA ആവോ MP നല്ലൊരു സബ്ജക്ട്. കാരണം അത് നല്ല രസമുള്ള സബ്ജക്ട്. വ്യത്യസ്തമായ പാർട്ടിയുടെ പെർസെപ്ഷൻ എപ്പോഴും ആണുങ്ങൾ മതി, സ്ത്രീകൾ എപ്പോഴും പ്രസവിക്കാൻ എടുക്കുന്നത് മതി. ഇതാണ് പാർട്ടിയുടെ പെർസെപ്ഷൻ. ഇവര് അപ്പൊ ഇതിലുള്ള കുറെ സീൻസ് എല്ലാം കഴിയും. ഇതിന്റെ അടുത്ത സീനാണ് ഭാഗ്യം വിടുന്നത്. അത് വിലയ്ക്ക് ഞാൻ വരാം. ഇവര് വന്നുകൊണ്ട് ഫസ്റ്റ് പറയണം, അല്ല എന്താ നിന്റെ ഉദ്ദേശം? മുമ്പ് മദ്യനിരോധനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രക്ഷേപണം നടത്തി. ഇപ്പോഴത്തെ സ്ത്രീയായ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് സമരം നടത്തുന്നു. കഷ്ടം. എടീ, നീ ഭരണകക്ഷിയുടെ ആളാണോ അതല്ല പ്രതിപക്ഷത്തിന്റെ ആളാണോ? കാരണം എല്ലാം പ്രതിപക്ഷക്കാരെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടില്ല, കൂടെ നിൽക്കുന്നവരെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? മുമ്പ് മദ്യനിരോധനം പ്രക്ഷോഭം നടത്തി. നമ്മുടെ സർക്കാരിനെ നാറ്റിച്ചു. ഇപ്പോഴത്തെ സ്ത്രീയായ മുഖ്യമന്ത്രി സമരം നടത്തുന്നു. കഷ്ടം. നീ ഭരണപക്ഷത്തിന്റെ ആളാണോ അതോ പ്രതിപക്ഷത്തിന്റെ ആളാണോ? ശൈല, അപ്പൊ നീ എക്സ്പ്രഷൻ കൊടുത്താ മോളെ ഇങ്ങനെ ആലോചിച്ചു. അവരെന്തൊക്കെയോ പറയുന്നു ഈ രണ്ട് സൈഡ്. മോളെ ഇവിടെ ഇതിനു മുമ്പ് മദ്യനിരോധനം എന്ന് പറഞ്ഞ് കുറെ പ്രശ്നം ഉണ്ടാക്കി. അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു കാരണം കേരളത്തിന്റെ സ്ട്രക്ചർ തകർന്നു പോകും, ഒരിക്കലും മദ്യനിരോധനം പറ്റൂല. അപ്പൊ പറഞ്ഞ് സ്ത്രീകളെ ബുദ്ധിമുട്ടുന്നുണ്ട്. സ്ത്രീകളെ പ്രശ്നമല്ല, പാർട്ടിക്കൊരു നയമോ എന്ന് പറഞ്ഞ് ഇവിടെ അടിച്ചൊതുക്കിയതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഇവിടെ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി നിന്നിട്ട് ഇവിടെ MLA MP പോയിട്ട് ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കി. ഞാനിതിന്റെ ഭരണപക്ഷത്തെ എപ്പോഴാണ് വിമർശിച്ചത്? മദ്യനിരോധനം വേണമെന്ന് പറയുന്നതും സ്ത്രീയായ മുഖ്യമന്ത്രി വേണമെന്ന് പറയുന്നതും ഇത്ര വലിയ തെറ്റാണോ എന്ന് സീരിയസ് ആയി ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ ഡയലോഗാണ് തെറ്റാണോ? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം നീ മനസ്സിലാക്കണം. ഇവിടെ ആണുങ്ങളാണ് എല്ലാം തീരുമാനം എടുക്കുന്നത്. സ്ത്രീകൾ അടുക്കളപ്പണി എടുക്കുക, പ്രസവിക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. വീടിന്റെ പുറത്തിറങ്ങി നീ എന്ന അധികാരത്തെ കുറിച്ച് ശബ്ദിക്കരുത് എന്ന് പറഞ്ഞ് ഇവിടെ ഭീഷണിപ്പെടുത്തും. പ്രത്യേക സാഹചര്യം ഇവിടെ ആണുങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. സ്ത്രീകൾ അടുക്കള പണിയെടുക്കുക, പിന്നെ അടുക്കള പണിയെടുക്കുക, പ്രസവിക്കുക. വീടിലേക്ക് പുറത്തിറങ്ങി അധികാരത്തിന് വേണ്ടി ശബ്ദിക്കരുത്. വീടിന് പുറത്തിറങ്ങി അധികാരത്തിന് വേണ്ടി വീണ്ടും ശബ്ദിച്ചാൽ ഒരു പുരുഷൻ ചെയ്യുന്ന ജോലിയൊക്കെ ഒരു സ്ത്രീക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇന്ന് വരെ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും വരെ സ്ത്രീകളായ മുഖ്യമന്ത്രിമാർ എത്രയോ പേരുണ്ടായി. കേരളത്തിൽ മാത്രമാണ് സ്ത്രീയായ മുഖ്യമന്ത്രി ബന്ധം കൊടുക്കാതെ. നിന്നെ പോലത്തെ പെണ്ണുങ്ങൾക്ക് മുഖ്യമന്ത്രി ആവാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ കേന്ദ്രത്തിന്റെ ഒരു നിയമം ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ നിനക്കൊക്കെ 50% തരുന്നു. അപ്പൊ പിന്നെ നിങ്ങളുടെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ അടുക്കളപ്പണിയെല്ലാം ചെയ്യും. ഭർത്താവിനെയും കുട്ടികളെയൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അല്ലാതെ അധികാരങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ആഗ്രഹിക്കേണ്ട നടക്കൂല. പിന്നെ അത്രയ്ക്ക് ആമ്പിയുള്ള പെണ്ണുങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലൂടി. അപ്പൊ ഇവിടെ പറഞ്ഞു ശരി എങ്കിലും ഒരല്പം ക്ഷണിക്കും. ബുധനാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ശക്തമായി നടത്തും. അന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടും. സ്ത്രീകൾക്ക് ആമ്പിയുള്ള പെണ്ണുങ്ങൾ കേരളത്തിലുണ്ടോ ഇല്ലേ? അപ്പൊ കാര്യങ്ങളൊന്നും സീരിയസ്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വിചാരിച്ചു ഇവിടെ എല്ലാം സോപ്പിട്ട് വെക്കാം. സ്ത്രീ സമത്വത്തിന് വേണ്ടി ഒരു സ്ത്രീ മതിൽ ഞങ്ങൾ പുരുഷന്മാരുടെ സഹായത്തോടെ നിങ്ങൾ ചെയ്തു തരാം. നമുക്ക് സ്ത്രീ സമത്വത്തിന് വേണ്ടി ഒരു സ്ത്രീ മതിൽ ഞങ്ങൾ പുരുഷന്മാരുടെ സഹായത്തോടെ ചെയ്തു തരാം. അപ്പൊ പറഞ്ഞു അപ്പൊ കേരളം മുഴുവൻ റോഡിൽ നിങ്ങൾ കൈകോർത്ത് നിന്നോ? അപ്പൊ ഓരോ പെണ്ണുങ്ങൾക്കും 750 രൂപയും ബിരിയാണി ഞങ്ങൾ തരും. 750 രൂപയും ബിരിയാണി ഞങ്ങൾ തരും. അതുപോലെ അതും പോരാ. 750 രൂപയും ബിരിയാണി, ഒരു 750 രൂപയും ബിരിയാണി. നോ, അത് ഞങ്ങൾക്ക് പോരാ. പറഞ്ഞോ, നിങ്ങളും പറഞ്ഞോ.
ഒരു 700 നിങ്ങളെല്ലാം പറയാം, ഒരു 750 രൂപ ബിരിയാണി. ചന്ദ്രപ്രഭ എന്നാ എങ്ങനെ ഇവിടെ ഒതുക്കാനാണ്. എന്നാൽ കേരളത്തിലെ മൊത്തം സ്ത്രീകളും ആണുങ്ങളെ പോലെ മുടി മൊട്ടയടിച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു നിയമം പാസ്സാക്കാം. അതിലൂടെ ആണിന്റെ നിലവാരത്തിലേക്ക് സ്ത്രീ ഉയർന്നു എന്നൊരു അപ്പോൾ നോ, ഇത്തരം ഒരു ഗിമ്മിക്കും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ആണിന്റെ ലെവലിലേക്ക് വരുന്നുവെങ്കിൽ അപ്പൊ സ്ത്രീകൾ ഇപ്പോൾ ഓൾറെഡി ആണിനേക്കാൾ വളരെ താഴ്ന്നു കിടക്കുന്നില്ല. അല്ല, ഞങ്ങളും ആളുകളും വലിയ നിലവാരമാണ്, നിങ്ങളും പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഇവിടെ ഇത് പറ്റില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ പറഞ്ഞു അതെടി നിനക്ക് ലാസ്റ്റ് പണിക്കാം ചെയ്യും പറഞ്ഞു. ലാസ്റ്റ് പണിക്കാം അത് വേണമെന്ന് പറഞ്ഞ് നീ സമരം നടത്തിയാൽ മുഖ്യമന്ത്രി വേണമെന്ന് പറഞ്ഞ് നീ സമരം നടത്തിയാലേ അന്ന് നിന്റെ അവസാനമായിരിക്കും. അന്ന് നിന്റെ അവസാനമായിരിക്കും. ഓർത്തോ ഓർത്തോ, നിനക്ക് ഞങ്ങളെ അറിയില്ല. അതെടി നിനക്ക് ഞങ്ങൾ ലാസ്റ്റ് വാണിയാ തരുന്നത്. അത് നീ അനുസരിക്കാതെ മുന്നോട്ട്, അതനുസരിക്കാതെ നീ മുന്നോട്ട് പോയാൽ സ്ത്രീ സമത്വം പറയാൻ അടുത്ത ബുധനാഴ്ച വരെ നീ ജീവിച്ചിരിക്കില്ല. ഓർത്തോ. അപ്പൊ ശരിയാ ഭീഷണിയാ. ഇതെന്താ ഭീഷണിയാ? അതേടി ഇത് ഭീഷണി. അപ്പൊ ഞാൻ അല്ല അറിയാൻ പാടില്ല ചോദിക്കാം, നീയൊക്കെ നേതാവാണോ ഗുണ്ടയാണോ? നീ ഒന്നും ജീവിച്ചിരിക്കില്ല. അല്ല, നിങ്ങൾ നേതാവാണോ അതോ ഗുണ്ടയാണോ? നേതാവാണോ അതോ ഗുണ്ടയാണോ? ആ സൂപ്പർ. പറഞ്ഞു അത് ഞങ്ങൾ കുറച്ചു കാലം ഗുണ്ടകളായിരുന്നു. കുറച്ചു കാലം ഞങ്ങൾ ഗുണ്ടകളായിരുന്നു. പിന്നെ അതിനേക്കാൾ ഗുണം രാഷ്ട്രീയാന്ന് കണ്ടപ്പോ ഇങ്ങോട്ടേക്ക് എടുത്ത് ചാടിയതാണ്. അതിനേക്കാൾ ഗുണം രാഷ്ട്രീയാന്ന് പറഞ്ഞപ്പോ ആള് ജില്ലയൊന്നും അല്ല, ആള് വിളിയ പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്കുള്ളതിന്റെ ഒരു ചുവടുവെപ്പ്, അതിനായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചവരാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്കുള്ള ഗുണമുണ്ടെന്ന് ഞാൻ തെളിയിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്കുള്ള ഗുണമുണ്ടെന്ന് അങ്ങനെ രാഷ്ട്രീയക്കാരന് വേണ്ട ഗുണമുണ്ടെന്ന് ഞാൻ തെളിയിച്ചു. രണ്ടാളും ചിരിക്കുന്നത്. പിന്നെ ഗുണ്ടായുസത്തെക്കാൾ ഗുണം രാഷ്ട്രീയമാണ്. പിന്നെ ഗുണ്ടായുസത്തെക്കാൾ ഗുണം രാഷ്ട്രീയമാണെന്ന് തോന്നിയതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ഇപ്പൊ MLA ആയി. ഏതായാലും നിന്റെ കാര്യം അപ്പൊ ഇത്രയും കേട്ടോ തീർച്ചയായും വിളിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു നിന്റെ ബുധനാഴ്ച വരെ ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ, അതിനു മുമ്പ് നിന്റെ കാലം നിന്റെ അടുത്ത് വന്നിരുന്നു, അതായത് ഇവിടെ വരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ MLA ആണെന്ന് ഞാൻ നോക്കട്ടോ, ഇറങ്ങി പോണോ ഇയാൾ പറഞ്ഞു. അപ്പൊ ഇയാൾ നിങ്ങൾ കൈകൊണ്ട് ഒരു ആക്ഷനും കാണിച്ചു. നിനക്ക് ഞങ്ങൾ ലാസ്റ്റ് വാണിംഗ് ആണ് തരുന്നത്. അത് നീ അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ സ്ത്രീ സമത്വം പറയാൻ അടുത്ത ബുധനാഴ്ച സ്ത്രീ സമത്വം പറയാൻ അടുത്ത ശനിയാഴ്ച വരെ ജീവിച്ചു വിടും. സോറി ബുധനാഴ്ച വിടും. അതെടി നിനക്ക് ഞങ്ങൾ ലാസ്റ്റ് വാണിംഗ് തരുന്നത്. അതെടി നിനക്ക് ഞങ്ങൾ ലാസ്റ്റ് വാണിംഗ് തരുന്നത്. അത് നീ അനുസരിക്കാതെ മുന്നോട്ട്, അതനുസരിക്കാതെ നീ മുന്നോട്ട് പോയാൽ സ്ത്രീ സമത്വം പറയാൻ അടുത്ത ബുധനാഴ്ച വരെ നീ ജീവിച്ചിരിക്കില്ല. ഓർത്തോ. അപ്പൊ ശരിയാ. അല്ല, അത് ഫ്രെയിമിന്റെ ഈ സൈഡിലേക്ക് പോകണം, ഈ സൈഡല്ല ഈ സൈഡ്. ഇതിന്റെ അടുത്ത സീനാണ് നമ്മൾ ഇങ്ങനെ വിടുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ കൊല്ലാൻ വേണ്ടി വിടുന്നു. നിങ്ങൾ അങ്ങനെ, അതായത് മുഖ്യമന്ത്രി പദം വേണമെന്ന് പറയുന്ന എല്ലാ സ്ത്രീകളെയും കൊല്ലണമെന്ന് പറയുന്നു. അധികാരം വേണമെന്ന് പറയുന്ന എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ കൊല്ലുന്നു എന്ന് പറയുന്നു. അതിനെ ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഓക്കെ, വേറെ സംശയം ഉണ്ടോ? അപ്പൊ ഡ്രസ്സ് ഒന്നും നമുക്ക് നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണോ? ഇതൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ശരി അനുഷ്ഠ പിന്നെ പോലെ ഓക്കെ. കൈയൊന്നും കെട്ടണ്ട, കൈ കെട്ടിട്ടൊന്നും വേണ്ട. ദേഷ്യം പിടിച്ചിട്ടില്ലേ, ഒന്ന് കിതച്ചു, അതൊന്ന് കിതച്ച് ഞെടി നിന്റെ കാലന് നിന്റെ മുന്നിൽ എത്തൂടി. ഇറങ്ങി പോടും. ഒന്നുകൂടി നന്നായി. ഒരു MLA ആണെന്ന് ഞാൻ നോക്കുന്നില്ല കേട്ടോ, ഇറങ്ങി പോടും. അപ്പൊ അവര് പോയേ, നിങ്ങൾക്ക് ടെൻഷൻ. അപ്പൊ നിലവിൽ നമ്മൾ ഈ നിങ്ങളെ ഡ്രസ് മാറ്റം കേട്ടോ, അതിന്റെ അടുത്ത്